ജെറി, നിനക്കെന്നെ മനസ്സിലായില്ലെന്നാണോ? ഏറുന്ന നെഞ്ചിടിപ്പോടെ ജാൻവി ചോദിച്ചുപോയി. അവൻ ഇഷാനെ നോക്കി. അവനും അതേ അവസ്ഥയിൽ തന്നെയാണ്. ജെറിക്ക് ഒന്നും മനസ്സിലായില്ല. ശ്യാമു, ഈ കുട്ടിയെ എനിക്ക് നേരത്തെ പരിചയമുണ്ടോ? എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ലടാ. ഈ കുട്ടി ആരാ? അവൻ്റെ ആ ചോദ്യവും ഇരുപ്പും ഇഷാനെ തകർത്ത് കളഞ്ഞു. അത് ജാൻവിയെ തിരിച്ചറിയാത്ത കാരണമായിരുന്നില്ല. അവന് ജാൻവിയെ ഓർമ്മയില്ലെങ്കിൽ അത് കഴിഞ്ഞ് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവൻ്റെ പ്രാണനായി മാറിയ സോഫിയെ അവൻ ഓർമ്മയുണ്ടാകില്ല എന്ന തിരിച്ചറിവിലാണ്. അവൻ ജെറിയെ നോക്കി. ജെറി, ശരിക്കും നിനക്ക് ഓർമ്മ കിട്ടുന്നില്ലേ? ഇത് ജാൻവിയാടാ, നിന്റെ ജാൻ, എൻ്റെ ജാനു, എൻ്റെ പെണ്ണ്. ജെറി അവനെ അമ്പരന്ന് നോക്കി. നിന്റെ പെണ്ണോ? ഇതെപ്പോ? ശ്യാമു, വെറുതെ കളിക്കല്ലേ. ഈ കുട്ടി ആരാന്ന് പറഞ്ഞേ. എനിക്ക് ഈ കുട്ടിയെ നേരത്തെ അറിയാമെന്നാണോ ശ്യാമു? എനിക്കങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. അവൻ്റെ കണ്ണുകൾ കണ്ടപ്പോൾ അവൻ പറയുന്നത് സത്യമാണെന്ന് ഇഷാന് ബോധ്യമായി. അവൻ വേദനയോടെ ജാൻവിയെ നോക്കി. അവളുടെ കണ്ണുകൾ തുളുമ്പി. ജെറി, നിനക്കെന്നെ ഓർമ്മ കിട്ടുന്നില്ലേടാ? ജാൻ എന്ന് വിളിച്ച് എന്നെ കൂടപ്പിറപ്പായി കണ്ട് കരുതലോടെ മുന്നിൽ നിന്ന് എന്നെയും ഇച്ചനെയും ഒന്നിപ്പിക്കാൻ തന്നെ മുൻകൈയെടുത്ത നീ തന്നെയാണോ ഇപ്പോൾ എന്നെ ഓർമ്മയില്ലെന്ന് പറയുന്നേ? അവൾ വിതുമ്പിപ്പോയി. ജാനു, ഇഷാൻ അവളെ ചേർത്ത് പിടിച്ചു. എന്താടാ, അവൻ മനഃപൂർവ്വം അല്ലല്ലോ. ഡോക്ടർ പറഞ്ഞതല്ലേ. നീ ഒന്ന് ഓർത്തു നോക്കിയേ. ജെറിക്കിപ്പോൾ ഞങ്ങളെയും കൂടി ഓർമ്മയില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഇതിപ്പോൾ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുമല്ലോ. ആ, എന്നാ പറയിച്ചാ ഞാൻ അവൻ്റെ ജാനാണെന്ന്. അതുപോലെ സോഫി. അവൾ അത് പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. സോഫി? അവൻ ആലോചിച്ചു. പിന്നെ സംശയഭാവത്തിൽ അവരെ നോക്കി. അയ്യോ, ദേ നോക്കിച്ചാ, അവൻ എൻ്റെ സോഫിയെ മറന്നു. എനിക്ക് വയ്യ. കർത്താവേ, ഇതെന്തൊരു പരീക്ഷണമാണ്. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇഷാന്റെ നെഞ്ചിൽ മുഖമമർത്തി. ഒക്കെയും നോക്കിയിരുന്ന ജെറി അമ്പരന്നുപോയി. അപ്പോഴാണ് അവിടേക്ക് ജോർജും റാഹേലും ജേക്കബും വരുന്നത്. മോനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാ. പിന്നെയാണ് അവിടുത്തെ അന്തരീക്ഷം അത്ര പന്തിയല്ലല്ലോ എന്ന് ജോർജിന് തോന്നിയത്. എന്താടാ മോനെ, നീ എന്താ വല്ലാതെ? ജോർജ് അവനെ തഴുകി. വല്യപ്പച്ച, എനിക്കെന്താ പറ്റിയത്? ആ കുട്ടിയെ എനിക്കറിയാവുന്ന ശ്യാമു പറയുന്നു. എന്നെ അറിയാമെന്ന് ആ കുട്ടിയും പറഞ്ഞു കരയുന്നു. പക്ഷേ എത്ര ആലോചിച്ച് നോക്കിയിട്ടും ആ കുട്ടിയെ എനിക്ക്... ജോർജ് ഞെട്ടിപ്പോയി. റാഹേലും ജേക്കബും അമ്പരന്ന് വാ തുറന്നുപോയി. മോനെ, ജാൻവിയെ നിനക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്നാണോ? അയാൾ ഒരുതരം മരവിപ്പോടെ ചോദിച്ചു. അവൻ തലയനക്കി. കർത്താവേ, ചതിച്ചോ? റാഹേൽ നെഞ്ചിൽ കൈവച്ച് നിലവിളിച്ചു. റാഹേലേ, ജേക്കബ് അവരെ അടക്കി പിടിച്ചു. സിസ്റ്റർ, പെട്ടെന്ന് പോയി ഡോക്ടറെ കൂട്ടി വന്നു. ജെറിയെ നോക്കിയ ഡോക്ടർ അവരോടായി പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഒരു ഡൗട്ട് പറഞ്ഞിരുന്നു. ജെറി നിങ്ങളെ തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും സന്തോഷിച്ചു. ഇപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ജെറിയുടെ മെമ്മറിയിൽ നിന്ന് വളരെ കുറച്ച് കാലം മാത്രമേ ഇറേസ് ആയിട്ടുള്ളൂ. അത് ചെറിയൊരു പ്രോബ്ലം മാത്രമാണ്. മനസ്സിൻ്റെ അടിത്തട്ടിൽ മാഞ്ഞുപോയ ഓർമ്മകൾ നിങ്ങൾ വിചാരിച്ച പൊടിതട്ടിയെടുക്കാൻ കഴിയും. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും അതിനായി പരിശ്രമിക്കണം. ജെറിയിൽ നിന്നും മാഞ്ഞുപോയ ഓർമ്മകൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യണം. പതിയെ ജെറിയുടെ മെമ്മറി റിക്കവറാകും. ഇനി ജെറി ഐസിയുവിൽ കിടക്കണ്ട. അവനിപ്പോൾ ഓക്കെയാണ്. മറ്റൊരു പ്രോബ്ലം അവനില്ല.
അവൻ്റെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ്. സിസ്റ്റർ, ജെറി റൂമിലേക്ക് മാറ്റിക്കോളൂ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവൻ്റെ കവിളിലൊന്ന് തട്ടി. നോ ടെൻഷൻ, ഒക്കെ ശരിയാകും. ഡോക്ടർ പോയതും ജെറി വേദനയോടെ മുഖം കുനിച്ചു പിടിച്ചു. ജാൻവി അത് കണ്ടതും അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് നടന്നു. അവൾ അവൻ്റെ ചുമലിൽ കൈവച്ചു. അവൻ നിറഞ്ഞ മിഴികൾ ഉയർത്തി. അയ്യേ, എൻ്റെ ജെറിക്കുട്ടൻ കരയുവാണോ? വിഷമിക്കണ്ട കേട്ടോ. ഒന്നോർത്ത, ജെറിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാ. അപ്പോൾ ഇതിനു പരിഹാരം കാണേണ്ടത് ഞാൻ തന്നെയാ. ദൈവം കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങളെല്ലാം ജെറിക്ക് അപരിചിതരായി പോയേനെ. ഇതിപ്പോ എന്നെയല്ലേ മറന്നുള്ളൂ. സാരമില്ല, അത് ഞാൻ ഓർമ്മിപ്പിച്ചോളാം. എന്തേ, ഓക്കെ ആണോ? അവൾ പുഞ്ചിരിയോടെ ചോദിച്ചതും അവനും ഒന്ന് പുഞ്ചിരിച്ചു. എന്നാ വാ, വീൽ ചെയറിൽ പോകാൻ തക്കോണം അസുഖമൊന്നും എൻ്റെ ജെറിക്കില്ല. അവൾ കൈ നീട്ടിയതും അവൻ അവളുടെ കൈയിലേക്കും പിന്നെ ബാക്കിയുള്ളവരിലേക്കും ഒന്ന് നോക്കി. അവർ ചിരിയോടെ തലയനക്കിയതും അവൻ അവളുടെ കയ്യിൽ കൈത്തലം ചേർത്തു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചതും അവൻ അവൾക്കും പുഞ്ചിരി സമ്മാനിച്ചു. അവളുടെ കൈ പിടിച്ച് അവൻ മെല്ലെ റൂമിലേക്ക് നടന്നു. ഇനി പേടിക്കേണ്ട വല്യപ്പച്ച, ഏറിയ ഒരാഴ്ച എൻ്റെ ജെറിയുടെ ഓർമ്മ തിരിച്ചു വരും. അവൻ്റെ പ്രിയപ്പെട്ടവൾ അവനെ ഒരു നോക്ക് കാണാൻ കൊതിച്ചിരിക്കുന്നത് അവൻ്റെ ഉള്ളം തിരിച്ചറിയും. ഈശാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദീർഘശ്വാസമെടുത്തു. ഇച്ചേച്ചി, കട്ടിലിൽ കമിഴ്ന്ന് കിടക്കുന്ന അവളുടെ അടുത്തേക്കിരുന്നുകൊണ്ട് മരിയ വിളിച്ചു. എന്താ മോളെ? നിവരാതെ അവൾ ചോദിച്ചു. എന്തിനാ ഇങ്ങനെ വേദനിക്കുന്നേ? അയാൾ ഇച്ചേച്ചിയെ കെട്ടാനൊന്നും പോണില്ല. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. അയാളല്ലേ ഇച്ചേച്ചിയെ? അവൾ നിർത്തിയതും സോഫി ഞെട്ടലോടെ പിടഞ്ഞെണീറ്റു. മോളെ, നീ എന്താ പറഞ്ഞേ? എനിക്കറിയാം. അപ്പച്ചൻ്റെ ചികിത്സയുടെ ആവശ്യത്തിന് പണം വാങ്ങിയ ശേഷം അയാൾ ഇച്ചേച്ചിയെ കാണുമ്പോൾ ഒക്കെ വൃത്തികെട്ട രീതിയിലല്ലേ പെരുമാറിയേ? ഇച്ചേച്ചിയെ കണ്ടുകൊണ്ട് തന്നെയാ അമ്മച്ചിക്ക് പൈസ കൊടുത്ത് സഹായിച്ചതെന്ന് അയാൾ ഇച്ചേച്ചിയോട് പറഞ്ഞില്ലേ? അയാൾ ഇച്ചേച്ചിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ലേ? അപ്പോൾ ഇച്ചേച്ചി അയാളെ തല്ലിയില്ലേ? അതിൻ്റെ ദേഷ്യം തീർക്കാനല്ലേ അയാളിപ്പോൾ ഈ കല്യാണാലോചന കൊണ്ടുവന്നത്? മോളെ, നിനക്കിതൊക്കെ? അന്ന് ഞാനും ഉണ്ടായിരുന്നു ഇവിടെ. പേടിച്ച് മിണ്ടാതെ നിന്നതാ ഇച്ചേച്ചി. പക്ഷേ അയാളെൻ്റെ ഇച്ചേച്ചി എന്തേലും ചെയ്തെങ്കിൽ അയാളുടെ തലമണ്ട അടിച്ചു പൊളിക്കാൻ തയ്യാറെടുത്തതാ ഞാൻ. പക്ഷേ ഇച്ചേച്ചിയുടെ ഒരടിയിൽ അയാൾ ഇറങ്ങിപ്പോയി. ഞാനിത് അമ്മച്ചിയോട് പറയട്ടെ? വേണ്ട മോളെ, നമ്മൾ എന്ത് പറഞ്ഞാലും അമ്മച്ചി അത് വിശ്വസിക്കില്ല. ഈ കെട്ടുമുടക്കാൻ നമ്മൾ വെറുതെ പറയുന്നതാന്നേ അമ്മച്ചി കരുതൂ. ഇവിടെ നിന്നാ അയാളുടെ ശല്യം കൂടി വരുമെന്നറിയാവുന്നോണ്ടാ ഞാൻ ജാൻവിയെ വിളിച്ച് അങ്ങോട്ട് പോയത്. അയാൾ ഒരുക്കിയ കെണിയിൽ തന്നെ ഞാൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ ഇവിടെ വന്ന് എന്ത് മാന്യനായ വന്നേന്നറിയോ? അമ്മച്ചി അയാളുടെ വാക്കിൽ വീണുപോയി. പക്ഷെ അപ്പച്ചൻ അമ്മച്ചിയോട് ആവുന്നത്ര പറഞ്ഞു നോക്കി. അയാൾക്ക് നല്ല പ്രായമുണ്ട്, 2ാം കെട്ടാണെന്നൊക്കെ. പക്ഷെ അമ്മച്ചി കരുതുന്നത് ഇച്ചേച്ചി രക്ഷപ്പെടുമെന്നാ. പക്ഷെ എനിക്കറിയാം അയാൾ വൃത്തികെട്ടവനാണെന്ന്. അതുമല്ല, ഇച്ചേച്ചിയുടെ മനസ്സിൽ വേറെ ഒരു അച്ചാച്ചനുണ്ടെന്ന്. സോഫി വിറച്ചുപോയി. അവൾ ഉടുപ്പിനടിയിൽ നിന്നും ജെറിയുടെ ഫോട്ടോ പുറത്തെടുത്തു. അതിലേക്ക് നോക്കി. പിന്നെ സോഫിയുടെ നേരെ നീട്ടി. സോഫി ഞടുങ്ങിപ്പോയി. അവൾ വേഗം അത് വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ബാഗിൽ നിന്ന് കിട്ടിയതാ. അമ്മച്ചി ബാഗ് എടുത്തപ്പോൾ വെറുതെ ഞാനും നോക്കി. അപ്പോഴാ ഇത് കണ്ടത്. അമ്മച്ചി കാണാതെ മാറ്റിയതാ. പിന്നെ ഒരു ഷർട്ടും കണ്ടു. അതമ്മച്ചി ശ്രദ്ധിച്ചിട്ടില്ല. ഞാനത് ഡ്രസ്സിനടിയിൽ വച്ചിട്ടുണ്ട്. സോഫി നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി. അതെൻ്റെ ജെറിച്ചായൻ്റെയാ. എനിക്കിനി അതല്ലേ ഉള്ളൂ. ഇനി എൻ്റെ ജെറിച്ചായനെ കാണുമോ? എനിക്കിനി ഈ ഫോട്ടോയും ഷർട്ടും മാത്രമേ ഉള്ളൂ. എന്നെ എന്തിഷ്ടാന്നറിയോ?
കുഞ്ഞാന്നാ വിളിക്കുന്നേ. പാവം എൻ്റെ ചെറുച്ചായൻ. അതിന് അച്ഛനും അമ്മയില്ല. വല്യപ്പച്ചനാ വളർത്തിയേ. അവിടുത്തെ ആൻറ്റിയുടെ ചേച്ചിയുടെ മോനാ. പക്ഷെ അവർക്കൊക്കെ ചെറുച്ചായനെ ജീവനാ. UK-യിലായിരുന്നു. ഇവിടെ വന്ന് അപ്പച്ചനോട് എന്നെ കെട്ടിക്കൊടുക്കുമെന്ന് ചോദിക്കാനിരിക്കുക എൻ്റെ ചെറുച്ചായൻ. പക്ഷെ ഞാൻ പോരുമ്പോൾ ചെറുച്ചായൻ അവിടെ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വരുമ്പോൾ എന്നെ കാണാതെ ആ പാവം വേദനിക്കും. അവളുടെ കണ്ണുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. ഇച്ചേച്ചി. മരിയ അവളെ ചേർത്ത് പിടിച്ചു. ഇച്ചേച്ചി കരയാതെ. അച്ചാച്ചന് ഇച്ചേച്ചി അത്ര ഇഷ്ടമാണേ. അച്ചാച്ചൻ ഇവിടെ വരും. ഇച്ചേച്ചിയെ തിരക്കി ഈ വീട്ടിൽ വരും. സോഫി ഒരു പ്രതീക്ഷയോടെ അവളെ തല ഉയർത്തി നോക്കി. അവൾ സോഫിയുടെ കണ്ണുനീർ തുടച്ചു നീക്കി. ഇച്ചേച്ചി സമാധാനിക്ക്. ഇച്ചേച്ചിയുടെ ചെറുച്ചായൻ തന്നെ ഇച്ചേച്ചിയുടെ കഴുത്തിൽ മിന്നുകെട്ടും. അവളത് പറയുമ്പോൾ സോഫിയുടെ ഹൃദയം ഒന്ന് കുതിച്ചു. അവളുടെ ഉള്ളിൽ പ്രതീക്ഷയുടെ ഇത്തിരി വെട്ടം തെളിഞ്ഞു. അവളുടെ മുഖം പ്രകാശിച്ചു. വരും, എൻ്റെ ചെറുച്ചായൻ വരും, അവൾ മനസ്സിലുറപ്പിച്ചു. ജാൻവി. ജെറി അവളെ നോക്കി. ജാൻവിന്നോ? അത് വേണ്ട ജെറി. എൻ്റെ ജെറി ഇപ്പോൾ കുറച്ച് ഡൗൺ ആണെന്ന് എനിക്കറിയാം. എന്നാലും നമ്മളിപ്പോൾ ഫ്രണ്ട്സ് അല്ലേ? അപ്പോൾ എന്നെ ജാൻ എന്ന് വിളിച്ചോ. ജെറി അങ്ങനെ വിളിക്കുന്നതാ എനിക്കിഷ്ടം, അവൾ ചിരിയോടെ പറഞ്ഞു. അവൻ പുഞ്ചിരിച്ചു. ജാൻ, എനിക്കിത്തിരി വെള്ളം വേണം. ആ, അതിനെന്താ, ഇപ്പം തരാലോ. പിന്നെ നാളെ നമുക്ക് വീട്ടിൽ പോകാം. എന്നിട്ട് പറമ്പിൽ പോയി കിട്ടുന്നതൊക്കെ പൊട്ടിച്ച് കഴിക്കാം. പറമ്പിലോ? ആനേ, ജെറിക്ക് പറമ്പിലെ ഫ്രൂട്ട്സൊക്കെ വലിയ ഇഷ്ടാ. ആ ശരിയാ, പണ്ട് ഞാനും ശ്യാമുവും പോയി കഴിക്കും. ആ, എന്നാൽ അതുമാത്രമല്ല, ഞാനും ജെറിയും പോയി കഴിച്ചിട്ടുണ്ട്. ആണോ? ആണെന്നേ. വീട്ടിൽ ചെല്ലട്ടെ, പതിയെ പതിയെ എല്ലാം ഓർമ്മ വന്നോളും. വന്നില്ലെങ്കിലോ? അവൻ ആശങ്കയോടെ ചോദിച്ചു. വന്നില്ലെങ്കിൽ? അവളും അതൊന്ന് ആലോചിച്ചു. പിന്നൊന്ന് ചിരിച്ചു. വന്നില്ലെങ്കിൽ പോട്ടേന്ന് വെക്കണം. അല്ല പിന്നെ, ഇപ്പം എന്തായാലും ഞാൻ ഫ്രണ്ടായില്ലേ, അതുപോലെ ഓരോരുത്തരെയും പരിചയപ്പെടാം. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആയില്ലേ? അവൻ ചിരിച്ചു. പക്ഷേ അപ്പോൾ അവളുടെ ഉള്ളിൽ സോഫിയുടെ മുഖം തെളിഞ്ഞു. ജെറിക്ക് ഓർമ്മ തിരികെ കിട്ടിയില്ലെങ്കിൽ സോഫിയുടെ കാര്യം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അവൾ ആലോചിച്ചു നിന്നു. പിറ്റേന്ന് രാവിലെ ലീനാമ്മ കട്ടിലിൽ കിടക്കുന്ന സോഫിയുടെ അരികെ ചെന്നിരുന്നു. അവളുടെ ആ കിടപ്പ് അവരുടെ അമ്മമനം വേദനിപ്പിച്ചു. മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവർ അവളുടെ ബാക്കിൽ തട്ടി. ഡി, എന്തൊരു കിടപ്പായത്! ഇന്നലെ വന്നപ്പോൾ മുതൽ ഈ കിടപ്പ് തന്നെയാണല്ലോ. ഒന്നും കഴിച്ചതുമില്ല, കുളിച്ചതുമില്ല. കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറിയപ്പോൾ നിന്റെ രീതിയിൽ തന്നെ മാറ്റം സംഭവിച്ചോ? കുളിക്കാതെ ഉറങ്ങാത്ത പെണ്ണ ഇന്നിപ്പോൾ വന്ന വേഷം പോലും മാറാതെ കിടക്കുന്നത്. ദേ, എണീക്ക്, പോയി പല്ല് തേച്ച് കുളിക്കാൻ നോക്ക്. 11 മണിയോടെ ദേവസിയും കൂട്ടുകാരും വരും. അവന് പിന്നെ വേറെ ആരും ഇല്ലല്ലോ. ദേ, ഞാനൊരു സാരി മേടിച്ചു വച്ചിട്ടുണ്ട്. അതുടുത്ത് വേണം അവൻ്റെ മുന്നിലേക്ക് വരാൻ. അവൾ ചാടി എണീറ്റ് കട്ടിലിൽ ചമ്രം പടഞ്ഞിരുന്നു. എനിക്ക് വയ്യ അമ്മച്ചിയുടെ ഇഷ്ടത്തിന് തുള്ളാൻ. ഒരു ദേവസി, എനിക്കിഷ്ടമല്ല ചെകുത്താനെ. അമ്മച്ചിക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാകാത്തത്? അവനാള് ശരിയല്ല. അവനെ കുടുംബത്ത് കയറ്റാൻ കൊള്ളില്ല. അമ്മച്ചി, എനിക്ക് ഈ കല്യാണം വേണ്ട അമ്മച്ചി. അവർ ചാടി എണീറ്റു. പിന്നെന്താ നിന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ, ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചതി ഉണ്ടായാ ദേ ഇത് കണ്ടോ? അവർ അരയിൽ നിന്നും ഒരു കുഞ്ഞു കുപ്പിയെടുത്ത് ഉയർത്തിക്കാട്ടി. വിഷമ, ഒരു തുള്ളി മതി. എല്ലാത്തിനെയും തീറ്റിച്ചിട്ട് ഞാനും പോകും. പിന്നെ നീയായി, നിന്റെ പാടായി.
എനിക്കൊന്നും കാണണ്ടല്ലോ. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിഞ്ഞോടി. സോഫി സ്തംഭിച്ച് നിന്നുപോയി. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കട്ടിലേക്ക് ഊർന്നിരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ എന്തോ ഉറപ്പിച്ചതുപോലെ കണ്ണുകൾ തുടച്ചു. പിന്നെ എഴുന്നേറ്റ് കുളിക്കാൻ പോയി. കണ്ണാടിയിൽ നോക്കി സാരി ഞൊറിഞ്ഞൊടുക്കുന്ന അവളെ അമ്പരപ്പോടെയാണ് മരിയ നോക്കിയത്. ഇച്ചേച്ചി, ആ മോളെ, എങ്ങനെയുണ്ട്? ഇച്ചേച്ചിക്ക് ചേരുന്നോ? അവൾ വാ പൊളിച്ച് തലയാട്ടി. വാ അടച്ചു വെക്ക് പെണ്ണേ. അവളുടെ താടിയിലൊന്ന് തട്ടിക്കൊണ്ട് ചിരിയോടെ അവൾ പറഞ്ഞു. അപ്പച്ചാ. അവൾ ചിരിയോടെ ഇറങ്ങിപ്പോകുന്നത് കണ്ട് മരിയ കണ്ണു മിഴിച്ചു. ഇച്ചേച്ചിക്ക് ഇത് എന്നാ പറ്റിയേ? അമ്മച്ചീനി ഒലക്ക വല്ലോ എടുത്ത് തലക്കടിച്ചോ കർത്താവേ? അവൾ പിറുപിറുത്തു. അപ്പച്ചാ, ദേ ഈ സാരി എങ്ങനെയുണ്ട്? അമ്മച്ചി വാങ്ങി തന്നതാ. അയാൾ വേദനയോടെ ഒന്ന് ചിരിച്ചു. അപ്പച്ചൻ അറിയായിരുന്നു നിന്റെ അമ്മച്ചി പറഞ്ഞ നീ എതിര് പറയില്ലെന്ന്. അതാ അപ്പച്ചൻ മോളെ അറിയിക്കണ്ടെന്ന് വാശി പിടിച്ചത്. എന്നിട്ടിപ്പോ? അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, എന്തിനാ ഇപ്പൊ വിഷമിക്കുന്നേ? എനിക്കൊരു വിഷമവും ഇല്ലാട്ടോ. പിന്നെ ദേവസി, അവനെ നമുക്ക് ശരിയാക്കി എടുക്കാന്നേ. അവൾ കണ്ണ് ചിമ്മി ചിരിച്ചു. അപ്പോഴാണ് പുറത്ത് ഒരു കാർ വന്ന് നിന്നത്. അവൾ ജനാലയിലൂടെ കണ്ടത്. അപ്പച്ചോ, മണവാളൻ എത്തിയിട്ടുണ്ട്. കൂടെ കുറെ ടീംസും. എന്നെ ഇപ്പം തന്നെ അങ്ങ് കൊണ്ടുപോകൂ അപ്പച്ചാ. അവൾ കിലുങ്ങി ചിരിച്ചു. മോളെ, അയാൾ വേദനയോടെ വിളിച്ചു. എന്താ എൻ്റെ അപ്പച്ചാ? അപ്പച്ചൻ മിടുക്കനായിട്ട് ചെന്ന് ചെക്കനെ സ്വീകരിച്ചിരുത്ത്. ഞാൻ ചായയും കൊണ്ടങ്ങ് വന്നേക്കാം. ചെല്ലപ്പച്ചാ. ദേ, മോൾക്കൊരു കാര്യം വരുമ്പോൾ ഓടിച്ചാടി നിൽക്കണ്ടേ? അവൾ അയാളെ നോക്കി തമാശ രൂപേണ പറഞ്ഞു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടതും അവൾ അയാളുടെ നെഞ്ചിൽ ചാരി. അപ്പച്ചൻ വിഷമിക്കണ്ട, വന്നവർ വന്നതുപോലെ തിരിച്ചു പോയിക്കോളും. അപ്പച്ചൻ ചെല്ല്, ഞാൻ വന്നോളാം. അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. അയാൾ അവളുടെ തലയിൽ തഴുകി. പിന്നെ പുറത്തേക്ക് നടന്നു. അപ്പോഴേക്ക് ലീനാമ്മ അവരെ സ്വീകരിച്ചിരുത്തി കഴിഞ്ഞു. അല്ല, അപ്പച്ചന് സുഖമല്ലേ? ഞാൻ അമ്മച്ചിയോട് ചോദിക്കാൻ വരുമായിരുന്നു അപ്പച്ചനെ പറ്റി. ചേട്ടൻ ചേച്ചി എന്ന വിളി മാറ്റി ദേവസി അപ്പച്ചൻ അമ്മച്ചി എന്നാക്കിയത് അയാൾ ശ്രദ്ധിച്ചു. ചിരിച്ചെന്ന് വരുത്തി അയാൾ കസേരയിലേക്കിരുന്നു. അയ്യോ, വയ്യെങ്കിൽ പോയി കിടന്നോട്ടോ. ഇങ്ങനെ ഇരുന്ന് ബുദ്ധിമുട്ടണ്ട. അങ്ങനെ കിടക്കാൻ മാത്രം പ്രശ്നം ഇപ്പോഴില്ല ദേവസി. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. സോഫി അവനെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ്. 6 അടി പൊക്കം, അതിനൊത്ത വണ്ണം, മുന്നോട്ട് തള്ളിയ വയറ്, വിടവുള്ള പല്ലുകൾ, അതിലാണെ മുഴുവൻ ബീഡിക്കറയും, സദാ ചുവന്ന കണ്ണുകൾ, പറ്റ വെട്ടിയ മുടി, ആകെ മൊത്തം ഒരു ഗുണ്ടാ സെറ്റപ്പ്. കള്ളത്തെണ്ടി, അവൻ്റെ ഒരു ഒലിപ്പീര്. നിനക്കെന്നെ കെട്ടണം അല്ലേ? അവൾ നേരെ അടുക്കളയിൽ പോയി. ലീനാമ്മ എടുത്തു വച്ചേക്കുന്ന ചായ നോക്കി അവളൊന്ന് ചിരിച്ചു. അവൾ ഒരു ഗ്ലാസ് ചായ എടുത്ത് വീണ്ടും വിറകടുപ്പിലേക്ക് വെച്ച് നന്നായി ചൂടാക്കി. അത് ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് അവൾ തട്ടവും എടുത്ത് മുന്നിലേക്ക് നടന്നു. ലീനാമ്മ അവളെ വിളിക്കാൻ ഓടി വന്നതാ. അപ്പതേ അവൾ ചായയുമായി വരുന്നു. അവര് പോലും അമ്പരന്ന് പോയി. നിറഞ്ഞ ചിരിയായിരുന്നു അവളുടെ മുഖത്ത്. വാ അമ്മച്ചി, ചായ തണുക്കും. എളുപ്പം അങ്ങ് കൊടുത്തേക്കാം. അവർ തലയനക്കി. ചായയുമായി വരുന്ന അവളെ കണ്ടതും ദേവസിയുടെ മുഖം വിടർന്നു. അവൻ്റെ കാമക്കണ്ണുകൾ അവളെ അടിമുടി അളന്നു. അവളുടെ അംഗവടിവുകൾ ഒപ്പിയെടുത്തു. അവളുടെ ഉള്ളിൽ വെറുപ്പ് നുരഞ്ഞു പൊങ്ങി. അവൻ്റെ പരിസരം മറന്നുള്ള ഇരിപ്പ് കണ്ടതും മരിയ ലിഡിയയെ ഒന്ന് നോക്കി.
പട്ടി, ഇവനെന്താ പെൺപിള്ളേരെ കണ്ടിട്ടില്ലേ? വായി നോക്കി അവൻ്റെ ഉണ്ട കണ്ണിലൊരു കുത്ത് വെച്ചു കൊടുക്കണം. അവൾ പിറുപിറുക്കുന്നു. മരിയ ചിരി കടിച്ചമർത്തി. അവൾ നേരെ അപ്പച്ചന് ചായ കൊണ്ട് കൊടുത്തു. അയാൾ നോക്കിയതും കണ്ണ് ചിമ്മി ചിരിച്ചു. പിന്നെ അവൾ ദേവസിയുടെ കൂട്ടുകാർക്ക് ചായ കൊടുത്തു. ലാസ്റ്റ് ചായയുമായി ദേവസിക്ക് മുന്നിലേക്ക് തിരിഞ്ഞ അവൾ മനഃപൂർവ്വം കാലൊന്ന് ചെരിച്ച് മുന്നോട്ടാഞ്ഞു. കൃത്യം തിളച്ച ചായ അവൻ്റെ മടിയിലേക്ക് വീണു. അയ്യോ! അവൻ തുള്ളിപ്പോയി. അവൻ്റെ കണ്ണിൽ കൂടി പൊന്നീച്ച പറന്നു. അയ്യോ ദേവസി! എല്ലാവരും പകച്ചു. അവൾ അവൻ്റെ ആ തുള്ളൽ ശരിക്കും ആസ്വദിച്ചു. അമ്മച്ചി, എൻ്റെ കാല്. അവൾ പെട്ടെന്ന് താഴേക്കിരുന്നു. അയ്യോ സോഫി, എന്നതാ പറ്റിയേ? ദേവസിക്ക് സ്നേഹം കവിഞ്ഞൊഴുകി. ഒന്നുമില്ല, കാലൊന്ന് ചരിഞ്ഞതാ, ഉളുക്കിയെന്ന് തോന്നുന്നു. അയ്യോ ആണോ? എന്നാ വാ, ഹോസ്പിറ്റൽ പോകാം. വേണ്ട മോളെ, ഇച്ചേച്ചി ഒന്ന് പിടിച്ചേ. അപ്പച്ചാ വാ, ഒന്ന് നോക്കിക്കേ. അവളുടെ പറച്ചിൽ കേട്ടതും മരിയയും ലിഡിയയും ഓടിയെത്തി. അവളെ പിടിച്ചുയർത്തി. അകത്തേക്കവൾ ഞൊണ്ടി ഞൊണ്ടി നടന്നു. ജോസഫ് എണീറ്റ് അവളുടെ പിന്നാലെ പോയി. അമ്മച്ചി! നീറ്റലും പുകച്ചിലും അടക്കി അവൻ വിളിച്ചു. എന്താ ദേവസി? സോഫി ഇത് മനഃപൂർവ്വം ചെയ്തതാന്ന് ഞാൻ കരുതുന്നില്ല. അവളുടെ കാലുളക്കിയിട്ടുണ്ട്. അമ്മച്ചി ഒന്ന് നോക്കിയേ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. വേണ്ട ദേവസി, അത് ഞാൻ തടവുമെന്ന് ദേവസിക്കറിയാലോ. അത് ഞാൻ നോക്കിക്കോളും. ദേവസിക്ക് പൊള്ളിയെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചേക്ക്. അവർ പറഞ്ഞതും അവൻ തലയാട്ടി. ഇനിയിപ്പോൾ ചടങ്ങ് പിന്നീടൊരിക്കലാക്കാം അല്ലേ? അവർ അകത്തേക്ക് പോയതും അവൻ കൂട്ടാളികളെ നോക്കി. എന്ത് കാണാൻ നിൽക്കുവാ? പിടിക്കടാ! എൻ്റെ എല്ലാം പൊള്ളിപ്പോയെന്നാ തോന്നുന്നേ. ഇനിയിപ്പോൾ ഉടനെ പെണ്ണ് കെട്ടിയിട്ടും കാര്യമൊന്നുമില്ല. അവൻ പറഞ്ഞതും കൂട്ടുകാർ അവനെ പിടിച്ച് പുറത്തേക്ക് നടന്നു. കാറിൽ കയറ്റിയിരുത്തി ഒരുവൻ നിവർന്നു. പെണ്ണ് കാണാൻ വരുമ്പോഴെങ്കിലും ഒരു ജട്ടി ഇടണ്ടേ? ചിരി അടക്കി അവൻ രണ്ടാമനോട് പറഞ്ഞു. അവൻ ചിരി അടക്കാൻ പാടുപെട്ടു. എന്താടാ ഒരു ചർച്ച? വണ്ടി എടുക്കടാ! അവൻ്റെ കാർ പാഞ്ഞു പോകുന്നത് ജനലിലൂടെ നോക്കിക്കണ്ട സോഫി ചിരിയോടെ അനിയത്തിമാരെ നോക്കി. അവർ കൈകൊണ്ട് ചിരി മറച്ചു. ഞാൻ എൻ്റെ ചെറുച്ചായൻ്റെ പെണ്ണ, അവൾ ഉള്ളിൽ ഉറപ്പിച്ചു. ജെറിച്ചായ? ജെറി ഞെട്ടി കണ്ണുകൾ തുറന്നു. അവൻ ചുറ്റും നോക്കി. ഇല്ല, ആരുമില്ല. പിന്നെ? അവൻ പകച്ചിരുന്നു.